ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും റമദാനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ആക്ച്വലി ഇൻട്രോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഒരു വീഡിയോ ഉച്ചക്കാണ് എടുക്കുന്നത് തന്നെ. രാവിലെ ഡെയിലി വ്ലോഗ് എടുക്കണം എന്നുള്ള ആ ഒരു സംഭവമേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഉച്ചയായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇന്ന് നമുക്ക് പിന്നെ എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫും ഉണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ പിന്നെ കല്ലുമ്മക്കായായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും പക്കുമ്മയും കൂടി ഇരുന്നിട്ട് അറിയാലോ നമ്മളെന്തെങ്കിലും എടുക്കുമ്പോഴും കൂടെ പോരില്ല. അങ്ങനെ കല്ലുമ്മക്കായി നന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അതുവരെ എനിക്ക് ഡെയിലി വ്ലോഗ് ഇടണം എന്നുള്ള കാര്യമേ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നന്നാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ അവൾ കളിക്കുന്നുണ്ട്, മേത്താക്കുന്നുണ്ട്. സ്വാഭാവികമായും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞാനത് നിറച്ച് വെച്ചു. ഉമ്മ പിന്നെ ആവയ്ക്ക് വേഗം വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളിന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായും അതേപോലെ കിള്ളിട്ടപ്പാണ് കേട്ടോ. അപ്പം അതിനുള്ള പഴം ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഓരോ പരിപാടി തന്നെ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കല്ലുമ്മക്കായ അടുപ്പത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ ഓരോ സാധനം പ്രിപ്പയർ ചെയ്യുമ്പോഴും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോളൊക്കെ വന്ന സമയത്ത് ഫോണും വിളിച്ചുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഈ ഒരു പഴം സ്മാഷ് ചെയ്യുന്നായിരുന്നു കേട്ടോ. ഇന്ന് വലിയ കുറേ ഐറ്റംസ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബിരിയാണി എനിക്കും ഉമ്മാക്കും അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ അവർക്ക് നമ്മൾ ബ്രദറിനും വൈഫിനും അങ്ങനെ അവർക്കും വേണ്ടി മാത്രമായിട്ട് കുറച്ച് ബിരിയാണി വെച്ചു. നമ്മൾ നൂൽപുട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കി നൂൽപുട്ടും അതേപോലെ ബിരിയാണി, പിന്നെ കല്ലുമ്മക്കായി, പിന്നെ ഈ ഒരു കായിൻ്റെ കിള്ളിട്ടപ്പം. നിങ്ങളവിടെയൊക്കെ എന്താന്ന് ഈ കിള്ളിട്ടപ്പത്തിന് എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിവിടെ സാധാരണ കിള്ളിട്ടപ്പം എന്നാണ് പറയാറ്. അങ്ങനെ പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ കോള് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ വർത്താനം പറഞ്ഞിട്ട് അതിലായി പോയിട്ടുണ്ടായിരുന്നു കുറേ നേരം. ആ ഒരു കോളും കൊണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അവർ വന്നപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് നടന്നിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ സമയമില്ലാത്തത് കാരണം നടക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അതാണ് സത്യാവസ്ഥ. അതേപോലെ ഇതിൽ കുറേ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ എന്താ പറയുക നമ്മൾ ഡെയിലി വ്ലോഗ് എടുക്കുമ്പോഴുള്ള ആ ഒരു സംഭവങ്ങളൊന്നും ഇതിലില്ല. കാരണം ഞാൻ പെട്ടെന്ന് ഒരു ഓർമ്മയിൽ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഒരു ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്നത്, അപ്പോൾ എന്തായാലും എടുത്തു. അപ്പോൾ പിന്നെ അതെന്തായാലും ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു വർത്തമാനം കൊണ്ട് കുഞ്ഞാവണ്ടലൊക്കെ കുറച്ച് അങ്ങനെ എന്താ പറയുക ഇതായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ ലാസ്റ്റ് കായൊക്കെ ഞാൻ വേണ്ടി അതൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് എല്ലാ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം പൊരിക്കൽ പരിപാടി തുടങ്ങാമെന്ന് വെച്ചാൽ അങ്ങനെ ബിരിയാണിക്കുള്ള അരിയും കുറച്ച് ചിക്കൻ ഞാൻ കുറച്ച് അധികമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ട മാത്രം ബിരിയാണി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ചിക്കൻ പൊരിക്കാൻ വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അരി കഴുകുന്നുണ്ട്, പിന്നെ മസാല വാട്ടുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ കായ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇനി സമയം കുറേ ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കായ് ഞാൻ വണ്ടി ചെയ്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായ് അപ്പോഴത്തേക്ക് മുകളത്തത് അങ്ങനെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് വേറെ ആക്കി തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് വേണമല്ലോ അത് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂൽപുട്ടാണ് കേട്ടോ. ഈ നൂൽപുട്ട് നമ്മൾ ഫ്രോസൺ നൂൽപുട്ടാണ് തോന്നുന്നുണ്ട് അവർ വരുമ്പോൾ കൊണ്ടുവന്നേ. പക്ഷേ എന്താ പറയുക അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന നൂൽപുട്ട് പൊതുവേ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഈ ഒരു സംഭവം എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കല്ലുമ്മക്കായ് പൊരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിവിടെ ആവിക്ക് കയറ്റാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കല്ലുമ്മക്കായൻ്റെ മസാല തീരുന്നതിനനുസരിച്ച് മസാല ആക്കുന്നുണ്ട്, പൊരിക്കുന്നുണ്ട്. ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വൈകുന്നേരത്തേക്കുള്ള ജ്യൂസും കാര്യങ്ങളും അങ്ങനെ അടിക്കണം. അപ്പോൾ ആ ഒരു ജ്യൂസിൻ്റെ ഷാർജ ഷേക്ക് എന്നൊക്കെ പറയും. പക്ഷേ ഷാർജേൻ്റെ അടുത്തെത്തിയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനതൊരു സെപ്പറേറ്റ് എന്താ പറയുക ഷോർട്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത് ചാനലിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ അത് അപ്ലോഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. റമദാനിനൊക്കെ നമുക്ക് കുടിക്കാൻ നല്ല രസം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കല്ലുമ്മക്കായ് പൊരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മോൾത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ്. മോൾത്തതൊക്കെ മാത്രമല്ല എനിക്കിഷ്ടമാണ്, ഉമ്മാക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് നല്ല മുളകിട്ടിട്ട് പൊരിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കുറേ മുളകില്ലാണ്ട് കുറച്ച് മുളക്, കാരണം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മുളകാക്കിയിട്ട് അങ്ങനെയും പൊരിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ടേബിളിലേക്ക് ഓരോ സാധനം കൊണ്ടൊന്ന് സെറ്റാക്കുന്നുണ്ട്. കായ്യപ്പം സെറ്റായിട്ടുണ്ട്. പിന്നെ ആ കല്ലുമ്മക്കായ്, പിന്നെ അപ്പുറത്ത് കാണുന്ന കല്ലുമ്മക്കായ് ഞാൻ പറഞ്ഞില്ല കുറച്ച് എരിവ് കുറച്ചിട്ട് പൊരിച്ചതാണ്. അപ്പോൾ ആ കല്ലുമ്മക്കായ് എങ്ങനെയുണ്ട്, കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, വത്തക്ക, ആപ്പിൾ, മുന്തിരി, അങ്ങനെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ഒരു ഷാർജ ഷേക്ക്, അങ്ങനെ കല്ലുമ്മക്കായൊക്കെ കഴിച്ച് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷേങ്കിൽ ഭയങ്കര എരിവുണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ കുറച്ച് നേരം ഫാമിലി ആയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഉപ്പയും ബ്രദറും അതേപോലെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും